CMRL എക്സാലോജിക് ഇടപാട് കേസിൽ അന്വേഷണം വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ പരിശോധന ആരംഭിച്ചു. വീണ ടിയുടെയും CMRL MD ശശിധരൻ കർത്ത എന്നിവരുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു. വൈഷ്ണ, എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ED. ഈ CMRL എക്സാലോജിക് ഇടപാട് കേസിൽ വീണ ടിയുടെ അടക്കമുള്ള അവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, CMRL എക്സാലോജിക് കേസിൽ അന്വേഷണം വേഗത്തിലാക്കാനാണ് EDയുടെ നീക്കം. ഉടനടി അന്വേഷണം പൂർത്തിയാക്കി അടുത്ത നടപടികളിലേക്ക് കടക്കണമെന്നാണ് EDയുടെ നീക്കമുള്ളത്. എന്നാൽ ഈ ഒരു നീക്കം തടയാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് പ്രകാരം, അത് ഏറെക്കാലമായി സിംഗിൾ ബെഞ്ചിൻ്റെ കീഴിലുണ്ടായിരുന്ന കേസാണ് എക്സാലോജിക് കേസ്. ഇത് സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ഉടനടി മാറ്റി ആണ് ഒരു വളരെ പെട്ടെന്നുള്ള നീക്കത്തിലാണ് ഈ ഒരു റെയ്ഡും തുടർ സംഭവങ്ങളും ഒക്കെ സംഭവിച്ചത്. അപ്പോൾ അതിനാൽ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി ഡിവിഷൻ ബെഞ്ചിന് നൽകി ഈ ഒരു തുടരന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് CMRL ശ്രമിക്കുന്നത്. അതേസമയം അന്വേഷണം വേഗത്തിലാക്കാനുള്ള നീക്കമാണ് ED നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് വീണ ടിയുടെ CMRL MD ശശിധരൻ കർത്തയുടെയും അടക്കം വീട്ടിൽ റെയ്ഡ് നടന്നത്. അതുപോലെ ഈ റെയ്ഡിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും റിയാസിൻ്റെയും ഒക്കെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് പിന്നാലെ വളരെയധികം വലിയ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ഈ ഒരു അന്വേഷണം ഉടനടി പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കാനും, അതുപോലെ പിടിച്ചെടുത്ത രേഖകൾ 200ഓളം ബാങ്ക് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോണ്, ലാപ്ടോപ്പ്, ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഉടനടി തുടരന്വേഷണം, അല്ലെങ്കിൽ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കാനാണ് EDയുടെ നീക്കം. അതേസമയം ഇത് തടസ്സപ്പെടുത്താൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് നടത്തി ഈ ഒരു തുടരന്വേഷണം തടസ്സപ്പെടുത്താനാണ് CMRL ശ്രമിക്കുന്നത്. ദീപ്തി, ഏതായാലും CMRL എക്സാലോജിക് ഇടപാട് കേസിൽ അന്വേഷണം വേഗത്തിലാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വീണ ടിയുടെയും CMRL MD ആയ ശശിധരൻ കർത്തയുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.